അവരും പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ അടിവരയിട്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് പ്രധാനമായും അതാണ്. റമദാൻ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിൽ 3 വർഷക്കാലം IAS ഓഫീസറായി ജില്ലാ കളക്ടറായി ജോലി ചെയ്തൊരു മനുഷ്യനുമായി 8 മണിക്കൂർ നീണ്ടു നിന്നൊരു സംവാദത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. അപ്പോൾ മലപ്പുറം ജില്ലയിൽ 3 കൊല്ലം IAS ഓഫീസറായി ജില്ലാ കളക്ടറായി ജോലി ചെയ്തിട്ട് അദ്ദേഹം ഒരുപാട് ഇഫ്താർ ചടങ്ങുകളിലും മറ്റെല്ലാം പങ്കെടുത്തിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോഴും ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിവരം എത്രത്തോളാണ് എന്ന്, എത്രത്തോളം കറുത്തതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള ചിത്രമെന്ന് അദ്ദേഹത്തിന്റെ പദങ്ങളിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ആ സംവാദത്തിന്റെ കാസറ്റുകളിൽ ഇസ്ലാം ഇത്ര വൃത്തികെട്ട, അദ്ദേഹത്തിന്റെ തന്നെ പദം പറഞ്ഞാൽ ഇത്ര വൃത്തികെട്ട, ഒരിക്കലും പ്രതിരോധിക്കുവാൻ കഴിയാത്ത ഇത്ര വൃത്തികെട്ട ഒരു ആദർശവുമായി എങ്ങനെയാണ് ആധുനിക സമൂഹത്തിലെ മനുഷ്യന്മാർക്ക് നടക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്ന അവസ്ഥ മലപ്പുറം ജില്ലയിൽ 3 വർഷം ജില്ലാ കളക്ടറായി ജോലി ചെയ്ത ഒരു മനുഷ്യൻ ഉണ്ടാകുന്നുവെങ്കിൽ അതിന് ഉത്തരവാദികൾ അബ്ദുള്ള സാഹിബും മറ്റുള്ളവരും സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാമാണ്. നമ്മിലേക്ക് വിരൽ ചൂണ്ടണം. അദ്ദേഹത്തിന്റെയും പലരുടെയും അനുഭവങ്ങൾ കേട്ടപ്പോൾ നമ്മൾ ചിരിക്കേണ്ടത് നമ്മോടാണ്. നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്. ഒരാൾക്ക് പോലും ഈ സന്ദേശം ലഭിച്ചിട്ടില്ലാത്തതായി ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയണം. അതിന് പ്രചോദനം ഉൾക്കൊള്ളുവാൻ ഈ സമ്മേളനം നിമിത്തമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നന്ദി പ്രകടനത്തിന് വേണ്ടി മുഹമ്മദ് രാകേഷ്. ഹായ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട മോഡറേറ്റർ MM അക്ബർ സാർ, മറ്റ് സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹവും സമാധാനവും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഇവിടുത്തെ കർത്തവ്യം നന്ദി പറയലാണ്. എങ്കിലും 1-2 ചെറിയ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. പടച്ചതമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിഞ്ഞു. അതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒരാൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. അദ്ദേഹം 10-12 വർഷം മുമ്പ് സൗദിയിലേക്ക് വരികയും ഇവിടുന്ന് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരം ഫോണിലൂടെയും കത്തുകളിലൂടെയും നാട്ടിലുള്ള ഞങ്ങളെ വിവരം അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ വിവരം എങ്ങനെയോ നാട്ടിൽ പ്രചരിച്ചു. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ആവള എന്ന ഒരു സ്ഥലത്താണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞങ്ങളെയും ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വിവരം പെട്ടെന്ന് തന്നെ ഫ്ലാഷായി. രാഘവൻ മാസ്റ്ററുടെ മകൻ മനോജ് മാപ്പിളയായി എന്നാണ്. അന്ന് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കോളേജിൽ പോയിക്കൂടാ, ബസ്സിൽ കയറിയ ജീപ്പിൽ കയറിയ പരിചയമുള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും കല്യാണത്തിനോ മരിച്ചെടുത്തോ എവിടെയും പോകാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഞങ്ങളും വളരെ മാനസിക പ്രയാസത്തിലായിരുന്നു. കാരണം ഇസ്ലാം എന്താണെന്ന് നമുക്കറിയില്ല. ഞങ്ങളിങ്ങനെ പ്രതീക്ഷിക്കുന്നത് വലിയൊരു തലയെക്കെട്ടും ഒരു വലിയ ഫുൾ കൈ ഷർട്ടും മുണ്ടും ഒരു പച്ച ബെൽറ്റിലിട്ടൊരു ഏട്ടനെയാളിങ്ങനെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഒരു അമുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് മാപ്പിള അല്ലെ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയല്ല, APK സുന്നി കണ്ടല്ല, അവരുടെ ഒരു കോടി രൂപയിലാണ് പെട്ടെന്ന് മനസ്സിൽ വരിക. കാരണം നമ്മളെ കൂടെ തന്നെ നമ്മളെ ഫാമിലി ഫ്രണ്ടായിട്ടും അല്ലാണ്ട് ഫുള്ളായിട്ട് തന്നെ എന്ന് പറയാം മുസ്ലിങ്ങളാണ് കൂടുതൽ. പക്ഷേ ഞങ്ങളെ ഫാമിലിക്കോ അല്ലെ എനിക്ക് തന്നെയോ ഇവരും ഞാനും തമ്മിലുള്ളൊരു വൈരുദ്ധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം സ്വഭാവത്തിലായാലും ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും അവർ പള്ളിയിൽ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാനും ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്വഭാവത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നമ്മളെന്തെങ്കിലും കുരുത്തക്കേടുണ്ട് അതിൻ്റെ മാഷന്മാർ ഓരോയിരിക്കും. അപ്പോൾ ഒരു വൈരുദ്ധ്യം ഇതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇവർ പറഞ്ഞു തരണം, ഇങ്ങനെ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞു. ആർക്കും ഈ വിവരം എത്തിയിട്ടില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു തൗഹീദ് ഉണ്ടെന്നോ അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ കൂടെ പരിശുദ്ധ ഖുർആൻ എന്നൊരു കിതാബുണ്ടെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല.
പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോൾ ഓടി വരുന്ന ഒരു ചിത്രമുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയം തോന്നുന്നു, വിശദീകരിക്കാൻ നേരെയില്ല. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ മുസ്ലിം കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവര് ഈ മദ്രസയിൽ പോകുമ്പോൾ തലയിലൊരു ടവൽ കെട്ടും. തിരിച്ചു വരുമ്പോൾ ആ ടവൽ ഒരു പുസ്തകം പോലെയുള്ള ഒരു സാധനം കെട്ടിയിട്ട് കുറച്ച് ദൂരെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും. കാരണം ഓപ്പണാണ്, അത് ഭിത്തിൻ്റെ ദൂരെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇതെന്താണെന്നുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഇതിങ്ങനെ ടവൽ തുറന്നു നോക്കാൻ പോകുമ്പോൾ ബാക്കിൽ നിന്ന് എടുത്തേ ബാഗിയെ തൊണ്ട ഖുറാനാ കണ്ണുപൊട്ടി പോകുന്നത്. ഞാൻ ചോദിച്ചു, എന്ത് ഖുറാനാ കണ്ണുപൊട്ടി പോകുന്നത്? ചെറിയ മനസ്സ് 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്നത്. പിന്നെ ബൈക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ 10-12 വർഷം കഴിഞ്ഞ് ഏട്ടൻ സൗദിയിൽ പോയി തിരിച്ചു വന്ന് നമ്മളോട് ഈ വിവരം പറയുന്നു. ഇതിലിടക്ക് ഞങ്ങളങ്ങാ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? എങ്ങനെയാണ് ഇത് പറഞ്ഞു തരേണ്ടത്? ഇത് പറയാൻ നമ്മളേ ഉള്ളൂ, വെട്ടിമാറ്റാതെ നേർക്ക് നേരെ ഇത് പറയാൻ സലഫികളോ മുജാഹിദുകളേ ഉള്ളൂ. നമ്മുടെ ബാധ്യത വളരെ കൂടുതലാണ്. ഇന്നൊരുപാട് പ്രസ്ഥാനങ്ങൾ നാട്ടിലുണ്ട്, അതൊന്നും വിശദീകരിക്കാൻ നേരമില്ല. അപ്പോൾ നമ്മളെ ഈ ബാധ്യത അറിഞ്ഞുകൊണ്ട് കൂടുതൽ പ്രവർത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളൊക്കെ ദൈവവിശ്വാസികളായിരുന്നു, ശരിക്കും ആത്മാർത്ഥമായിട്ടാണ്. 3 പ്രാവശ്യം ഞാൻ ശബരിമലക്ക് പോയിട്ടുണ്ട്. 3 നെയ്യത്ത് വെച്ച് 3 ശരിയായി പോയി. അതുപോലെ തന്നെ ഗുരുവായൂർ ശയനപ്രദക്ഷിണം നടത്തി. ഞാൻ ഏട്ട മൂത്തമ്മേൻ്റെ മൊക്കെ ശയനപ്രദക്ഷിണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അനുഭവങ്ങൾ വരെ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഒരു സംഗതി ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ പടച്ചോൻ സ്വീകരിക്കൂല. ആ പടച്ചോൻ കൽപ്പിച്ചതുപോലെ റസൂല് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം. ഇന്ന് നമ്മളെ നാട്ടിൽ നമ്മൾ നേർക്ക് നേരെ കാണുക, തങ്ങളെ രക്ഷിക്കണം, തങ്ങളെ എത്ര നേരമായി വന്ന് നിൽക്കുന്ന തങ്ങളെ, നിങ്ങൾ കാണുന്നില്ലേ തങ്ങളെ നമ്മളെ പ്രയാസം? എന്തായി പറയുന്നത്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട സംഗതികൾ സൃഷ്ടികളോട് ചോദിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് പോകുന്നത്. നമ്മൾ ശബരിമലയിലെ അയ്യപ്പനെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കാലിനൊരു ബെൽറ്റ് ഇട്ടിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ലേശം വേഗം അറിയുന്ന ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഗുരുവായൂർ നേരിട്ട് വന്നിട്ടാണോ നിങ്ങൾ സഹായിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ വന്നിട്ടാണോ സഹായിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒരാളും പറയൂല. എൻ്റെ വല്യമ്മ പാട്ട് പോലെ ശബരിമലക്ക് പോയാ ഇപ്പോഴും പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മുറിയിൽ പറഞ്ഞേക്കാന്ന് പറയും, ഫുള്ളായിട്ട് ഫോട്ടോസാണ്. അദ്ദേഹത്തോട് എൻ്റെ ഏട്ടൻ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്, അന്ന് എനിക്കൊന്നും അറിയില്ല. അന്നേരം അദ്ദേഹം പറഞ്ഞത്, ഇതിലൊന്നും ദൈവമെന്നല്ലേ നമ്മൾ പറയുന്നത്, പക്ഷേ നമ്മൾ പാപികളാണ്, അപ്പൊ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് ഇവരെന്നാ പറഞ്ഞത്. അപ്പോ ഇന്നത്തെ ഒരുവിധം ലേശം വിവരമുള്ള ഹിന്ദുക്കൾ സമതിയറ്റ് വാദത്തിലാണ്. പടച്ചതമ്പുരാൻ കൊടുക്കുന്ന കാര്യമൊന്നും തന്നെ ഓരും ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് സംഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെ നാട്ടിലുണ്ടെങ്കിലും ഇത് നേർക്ക് നേരെ പറയാൻ നമ്മളേ ഉള്ളൂ. അപ്പോ ഈ വിഷയങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങണം. ഞാനൊരു ചെറിയ ഉദാഹരണം നമ്മളെ മനസ്സിൽ തട്ടാൻ വേണ്ടി, തട്ടുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നമ്മളെപ്പോൾ പ്രവാസികളാണ്, നമ്മളെപ്പോൾ നാട്ടിൽ പോകുന്ന ആൾക്കാരാണ്. 2-3 കൊല്ലം കൂടുമ്പോൾ നമ്മൾ നാട്ടിൽ പോകും. നമ്മളെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളൊക്കെ വീഡിയോ സന്ദർശിക്കും. ഒരു സങ്കല്പമാണ് ആർക്കും ആവും. ഇപ്പൊ ഞാനിങ്ങനെ നാട്ടിൽ പോയി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവാൻ, ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവാൻ. അപ്പോൾ ഏകദേശം രാത്രി, ഞാൻ അസറിന് ഇറങ്ങിയ ഒരു രാത്രിയായി, എൻ്റെ അടുത്ത് ടോർച്ചില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അടുത്തെത്താനാവുമ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ് അദ്ദേഹത്തിന്റെ അയൽവാസി, ഈ എൻ്റെ ബന്ധുവിന്റെ വീടിന്റെ അടുത്തുള്ള അയൽവാസി ഇങ്ങോട്ട് വരും, അബ്ദുള്ള ഖാമെന്ന് കാണും. അങ്ങനെ ഞങ്ങള് പണ്ടേ പരിചയമുണ്ട്. അങ്ങനെ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോ പിന്നെ സൗദിയിലെ ജോലി, വീട്, കുടുംബം എല്ലാം ദുനിയാവിൽ ഒരുവിധ സംഗതികളൊക്കെ ചോദിച്ചു. അങ്ങനെ അദ്ദേഹം സലാം പറഞ്ഞ് അദ്ദേഹം പോയി. ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഒരു 2-3 മിനിറ്റ് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എൻ്റെ കാല് വഹിക്കുന്നത് എനിക്ക് തോന്നി. ഞാനൊരു അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കാൻ, കാലും കൈയും ഇതെല്ലാം പൊട്ടി ഇങ്ങനെ കിടക്കാൻ. അപ്പോഴാണ് അടുത്തുള്ള ആൾ പറഞ്ഞ്, നിന്റെ ബന്ധുവിന്റെ വീട്ടിന്റെ അടുത്ത് കല്ല് വെട്ടിയ കുഴി, കക്കുഴി എന്ന് പറയും നമ്മളെ, ഈ കല്ല് വെട്ടിയെടുത്ത കുഴി ഉണ്ടാവും നമ്മളെ നാട്ടിലല്ലോ. അപ്പോൾ 5-8 മാസം അതിന്റെ പണി തുടങ്ങി. ഞാൻ ഗൾഫിൽ പോലും അതില്ല.
അങ്ങനെ ഞാൻ ആ ബന്ധു ഇങ്ങനെ എന്നോട് ഇത് പറഞ്ഞു. അപ്പോഴും കാണാം അബ്ദുള്ളക്ക ചെയ്തു വരുന്നു. അപ്പൊ ഞാൻ അബ്ദുള്ളക്കാനോട് ചോദിച്ചു, അല്ല അബ്ദുള്ളക്ക, ദുനിയാവിലെ എല്ലാ വിഷയങ്ങളും നിങ്ങൾ എന്നോട് പറഞ്ഞിക്ക്, എന്നാൽ കക്കുയിലുള്ള വിവരങ്ങൾ എന്നോട് പറയണം, എൻ്റെ അടുത്ത് ടോർച്ചില്ല എന്നുള്ള വിവരം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞ അയാൾക്ക് എന്ത് സമാധാനം പറയാം. നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഈ കക്കുയിൽ വീണാൽ ഒന്നിക്കൽ മരിക്കൂല്ലേ, കൈകൊട്ടും കാലുകൊട്ടും വീഴും. നമുക്കറിയാം നാളെ രാജേട്ടനും തോമസ് ചായനും അല്ലെങ്കിൽ ഈ ഷിർക്ക് ചെയ്യുന്ന അബ്ദുള്ളക്കായും ഉറപ്പാണ് നാളെ നരകത്തിലാണുള്ളത്. നരകത്തിൽ ഒരു കാലത്തും മരിക്കൂല, മരിക്കുന്നില്ല, ജീവിക്കുന്നില്ല. ഒരു തീപ്പെട്ടി കൊള്ളി വരച്ച് നമുക്ക് നിൽക്കാൻ പറ്റൂല മേലിൽ കൊണ്ടാല്, അതിന്റെ 100 ഇരട്ടി ചൂടാവിടെ. നമ്മളല്ലാണ്ട് ഇത് ആരാ പറയാനുള്ളത്? നാട്ടില് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വിമർശിക്കാന്ന് വിചാരിക്കരുത്. ഒരു കൂട്ടം അവർ പറയുന്നു ഞങ്ങൾ ബറേലികളുണ്ട്, ഞങ്ങൾ ക്രിസ്ത്യാനികളുണ്ട്, ഞങ്ങൾ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടേതായ ലക്ഷ്യങ്ങൾ അപ്പോ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും എവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടയ്ക്കാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാ സഹോദരന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.